നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന പപ്പുമോനെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് ആരാണെന്നൊരു ചോദ്യം ഉണ്ടാകും. അത് സ്വാഭാവികമായും കോൺഗ്രസ് കൂട്ടായ്മയിൽ ഒന്നും പെടാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ BJPയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ മോദിയോ അമിത്ഷായോ ഒക്കെ ആയിരിക്കുമെന്നായിരിക്കും കേൾക്കുന്നവർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിയെ കൊണ്ട് യാതൊരു കഴിവുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശശി തരൂരാണ്. ഇത്തരം മാസ് ഡയലോഗുകൾ കൊണ്ട് കഴിഞ്ഞ കുറേ നാളായി കേരള രാഷ്ട്രീയത്തിലും അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ രസകരമായ പരാമർശങ്ങൾ തന്റെ പാർട്ടിക്കെതിരെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശശി തരൂർ. ഇക്കുറിയും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എങ്കിൽ കളഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നത് കുറച്ചുകൂടി മാന്യമായി തരൂർ ചോദിക്കുന്നു എന്ന് മാത്രം. ഒരു കാര്യത്തിൽ ഒരല്പം സമാധാനമുണ്ട്. എന്താണെങ്കിലും കോൺഗ്രസിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് രാഹുൽ ഗാന്ധി ഒരു കഴിവുമില്ലാത്ത ഒരാൾ എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയാനുള്ള തണ്ടലുണ്ടായുള്ളൂ. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായ സമയം മുതൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ നാടകങ്ങൾ വിജയിച്ചില്ല എന്ന് പൊതുജനവും ഭരണപക്ഷവും ആവർത്തിച്ചു പറയുമ്പോഴും അതിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരമൊരു പരാമർശം വന്നപ്പോഴാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് BJPക്കാരനല്ല, നരേന്ദ്രമോദിയല്ല, അമിത്ഷായുമല്ല, സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവായ ശശി തരൂർ. പക്ഷേ ഇത്തവണ തരൂരിന്റെ വാക്കുകൾക്ക് അതിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് കേവലം ഒരു നേതാവിന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള വിമർശനമല്ല. കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പുതിയ തലമുറയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന അടിസ്ഥാന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അതും കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന, ഹൈക്കമാൻഡിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയുടെ തന്നെ പ്രതിപക്ഷ നേതാവിനോട്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് തരൂർ തുറന്നു പറയുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമായി മാത്രം കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. CJP പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജൻസിയുടെ ശബ്ദം കേൾക്കുന്നതിൽ കോൺഗ്രസ് പിന്നിലായെന്ന തരൂരിന്റെ നിരീക്ഷണം, രാഹുൽ ഗാന്ധി വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടും അതേ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം, ഇവയെല്ലാം കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ മറ്റൊരു വശത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. CJPക്ക് ജൻസികളുടെ ശബ്ദമാകാൻ കഴിഞ്ഞുവെന്ന് തരൂർ അഭിപ്രായപ്പെട്ടത് ചർച്ചയാകുന്നതിനിടെയാണ് പുതിയ പരാമർശം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ജൻസികൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് CJP രംഗത്തെത്തി. CJP സമരത്തിന് ശേഷം ജൻസികളെ ലക്ഷ്യമിട്ട് വലിയ നീക്കങ്ങൾക്കാണ് BJP ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രിമാരടക്കം ഇൻസ്റ്റഗ്രാമിലടക്കം കൂടുതൽ സജീവമാവുകയാണ്. BJPക്ക് പുതിയ തലമുറയെ കേൾക്കുന്നതിൽ പോരായ്മ വന്നു എന്നത് മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി അടക്കം പുതിയ നീക്കങ്ങളുമായി രംഗത്തെത്തിയത്. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്ന് ശശി തരൂർ വളരെ വ്യക്തമായി തുറന്നു പറയുന്നത്. ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായോ എന്ന് പരിശോധിക്കണമെന്നാണ് മുംബൈയിലെ സംവാദ പരിപാടിയിൽ തരൂർ വ്യക്തമാക്കിയത്. കോൺഗ്രസിന് അവരുടെ വിഷയങ്ങൾ പ്രതിഫലിക്കാനായില്ല എന്നും തരൂർ വിമർശിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു, എന്നാൽ CJPയെ പോലെ ഫലപ്രദമായില്ല എന്ന് തരൂർ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. യുവാക്കളെ കേട്ടില്ല എങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്തമാകുമെന്നും തരൂരിന്റെ അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം ഉയരുന്നത്. യുവാക്കളെ കേൾക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എങ്കിൽ അവരെ കേൾക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം നിലനിൽക്കും? സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം വൈറലാകുന്നതും ഒരു തലമുറയുടെ രാഷ്ട്രീയ മനസ്സ് സ്വന്തമാക്കുന്നതും രണ്ടുതരം കാര്യങ്ങളാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിലാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ വിജയപരാജയം. തരൂരിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പുറത്തുനിന്നുള്ള ആക്രമണമല്ല, സ്വന്തം വീട്ടിൽ നിന്നുയർന്ന ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് പാർട്ടി കേൾക്കുമോ അതോ പതിവ് പോലെ വിമർശകന്റെ വാക്കുകളെ രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ശശി തരൂരിന്റെ വാക്കുകൾക്ക് ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ കൗതുകം തോന്നാനുള്ള കാരണം ഒറ്റ ദിവസത്തെ പരാമർശമല്ല അദ്ദേഹം നടത്തിയതെന്നതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുന്ന തരൂരിന്റെ ശൈലി വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ തന്നെ പലപ്പോഴും അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പല ഘട്ടങ്ങളിലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2014 തന്നെ മോദിയുടെ ചില പ്രസ്താവനകളെയും നിലപാടുകളെയും പ്രശംസിച്ചതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തരൂരിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. അന്ന് മോദിയെ പ്രശംസിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതൃത്വം തന്നെ നേരിട്ട് രംഗത്തെത്തി. അതിന് മറുപടിയായി തരൂർ വ്യക്തമാക്കിയതാകട്ടെ, BJPയുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നതല്ല തന്റെ നിലപാടെന്നും ഒരു BJP നേതാവിന്റെ പ്രത്യേകമായ ഒരു നല്ല നടപടിയെ അംഗീകരിക്കുന്നത് BJP അനുകൂല നിലപാടായി കാണേണ്ടതില്ല എന്നുമായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിവാദം വീണ്ടും ശക്തമായി. മോദിയെ വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കണം, എന്നാൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രശംസിക്കണമെന്നും തരൂർ ശക്തമായ നിലപാടെടുത്തു.
അതിലും ശ്രദ്ധേയമായിരുന്നു കോൺഗ്രസിന് മോദിയുടെ രാഷ്ട്രീയ വിജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന തരൂരിന്റെ വാദം. 2014 BJPക്ക് 31% വോട്ട് ലഭിച്ചപ്പോൾ 2019 അത് 37% ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും പഠിക്കണമെന്നും തിരുത്തണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ നിരീക്ഷണം അന്നുണ്ടായത്. ജനങ്ങൾ വീണ്ടും വീണ്ടും മോദിയെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ് എന്ന സമീപനം കോൺഗ്രസിന് രാഷ്ട്രീയമായി ഗുണകരമാകില്ല എന്നും തരൂർ ചൂണ്ടിക്കാട്ടി. തെറ്റുകൾ തിരുത്തുകയും കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവരെ വലിച്ചു താഴെയിടുകയും വേണമെന്നുള്ള കാര്യം അന്നും തരൂർ പറയാതെ പറഞ്ഞിരുന്നു. 2025 സമാനമായ വിവാദങ്ങൾ വീണ്ടും ഉയർന്നു. പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചതിനൊപ്പം കേരളത്തിലെ LDF സർക്കാരിന്റെ വ്യവസായ വളർച്ചാ നയങ്ങളെക്കുറിച്ചുള്ള തരൂരിന്റെ അനുകൂല പരാമർശങ്ങളും കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുകയും ഇതുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും തരൂർ പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പാർട്ടിക്ക് തന്റെ സേവനം ആവശ്യമില്ല എങ്കിൽ തനിക്ക് മറ്റു വഴികൾ ഉണ്ടെന്ന തരൂരിന്റെ പരാമർശം പോലും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു. എന്നാൽ പാർട്ടി വിടാനുള്ള നീക്കമില്ല എന്നും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം ദേശീയ സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി സർക്കാരിന്റെ ചില നിലപാടുകളോട് തരൂർ സ്വീകരിച്ച സമീപനവും കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ വല്ലാതെ അസ്വസ്ഥരാക്കിയിരുന്നു. 2025 ഇന്ത്യ പാക് സംഘർഷകാലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പോലും പാർട്ടി വിരുദ്ധമെന്ന വിമർശനത്തിന് ഇടയാക്കി. മറുപടിയായി തരൂർ ആവർത്തിച്ചത് വളരെ ലളിതമായ ഒരു രാഷ്ട്രീയ തത്വം തന്നെയായിരുന്നു. പാർട്ടികൾ രാജ്യത്തെ സേവിക്കാനുള്ള ഉപാധികളാണ്, രാജ്യമാണ് ആദ്യം എന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ജെൻസി പരാമർശത്തെയും ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനയായി കാണാൻ കഴിയാത്തത്. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തരൂരിന്റെ ദീർഘകാല രാഷ്ട്രീയ ശൈലിയുടെ മറ്റൊരു അധ്യായം മാത്രമാണിത്. മോദിയെ വിമർശിക്കുന്നതിൽ മാത്രം രാഷ്ട്രീയ വിശ്വാസ്യത കണ്ടെത്താനാകില്ല എന്നും എതിരാളിയുടെ വിജയത്തിന്റെ കാരണങ്ങൾ പോലും പഠിക്കാൻ തയ്യാറാകണമെന്നും പുതിയ തലമുറയുടെ മനസ്സ് വായിക്കാതെ ഭാവി രാഷ്ട്രീയം സാധ്യമല്ല എന്നും തരൂർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ ചോദ്യം തരൂർ BJPയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ള ചോദ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്ന ഇത്തരം മുന്നറിയിപ്പുകൾ പാർട്ടി കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം എതിരാളിയുടെ വിമർശനം അവഗണിക്കാം, പക്ഷേ സ്വന്തം വീട്ടിൽ നിന്നുയരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചാൽ അതിന്റെ രാഷ്ട്രീയ വില പിന്നീട് വളരെ വലുതായിരിക്കും. ഇവിടെയാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള വെല്ലുവിളി. രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നല്ല പ്രശ്നം. അവ ഏറ്റെടുക്കുന്ന രീതി എത്രത്തോളം യുവാക്കളുടെ മനസ്സിൽ രാഷ്ട്രീയ വിശ്വാസമായി മാറുന്നു എന്നതാണ് യഥാർത്ഥ പരീക്ഷണം. കേവലം രാഷ്ട്രീയ നാടകം കളിച്ചതുകൊണ്ട് കാര്യമില്ല. യഥാർത്ഥ ആശയങ്ങൾ പറയാനും പറയുന്ന ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാനും നിലപാടുകൾ വ്യക്തമാക്കാനും കഴിയുന്ന ഒരു തണ്ടല്ലുകൂടി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വിഷയത്തിന്റെ രാഷ്ട്രീയ പിതൃത്വം ഏറ്റെടുക്കുന്നതും അതിന്റെ യഥാർത്ഥ സാമൂഹിക ഊർജ്ജം സ്വന്തമാക്കുന്നതും രണ്ടു തരം കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പ്രസംഗത്തിലൂടെ സാധിക്കാം, രണ്ടാമത്തേത് വിശ്വാസത്തിലൂടെയാണ് സാധിക്കുക. അതേസമയം CJPയുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാവുകയാണ്. ഒരു പ്രതിഷേധത്തിന് ഓൺലൈൻ പിന്തുണ ലഭിച്ചതോ ഒരു രാഷ്ട്രീയ വിഷയം ജൻസികൾക്കിടയിൽ ചർച്ചയായതോ മാത്രം കൊണ്ട് അതിനൊരു സമ്പൂർണ്ണ രാഷ്ട്രീയ വിജയമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുപോലെ കോൺഗ്രസിന്റെ ഒരു വീഴ്ചയെ അടിസ്ഥാനമാക്കി അതിന്റെ രാഷ്ട്രീയ ഭാവി എഴുതി തീർക്കാനും കഴിയില്ല. പക്ഷേ ഒരു കാര്യം നിഷേധിക്കാനാവില്ല, യുവതലമുറയുടെ രാഷ്ട്രീയ മുൻഗണനകളിൽ മാറ്റമുണ്ടാകുമ്പോൾ അതിനൊപ്പം മാറാൻ കഴിയാത്ത പാർട്ടികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ആകെ അഴിച്ചുപണി നടത്തുന്നതും ജൻസികൾക്കൊപ്പം സഞ്ചരിക്കാൻ പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ സജീവമാകുന്നതും. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായ ഈ തിരിച്ചറിവ് പോലും കൂടെ നിന്നു എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്ന കോൺഗ്രസുകാർക്കും പപ്പുമോനും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗതികേട്.